ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരെയും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അല്ലേ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷവും പ്രമോയൊക്കെ കണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണ്. നമ്മുടെ രേവതി കുളത്തിൽ പോയിട്ട് സച്ചി ഓടി വന്ന് രക്ഷപ്പെടുത്തി വയറ്റിലൊക്കെ അമുക്കി കുറച്ച് വെള്ളമൊക്കെ വെളിയിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും രേവതിയുടെ ബോധം തെളിഞ്ഞതും നമ്മുടെ രേവതി സച്ചിനെ മുറുകെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ രേവതി പേടിച്ചു പോയി. പിന്നെ രേവതി ഓർത്ത് കാണും കിട്ടിയ അവസരമല്ലേ പാഴാക്കണ്ട എന്ന്. അതായിരിക്കാം നമ്മുടെ സച്ചിനെ മുറുകെ പിടിച്ചത്. ഒന്നാമത് അച്ചമ്മ പറഞ്ഞായിരുന്നുവല്ലോ, ഏതായാലും മോള് വേണം മുൻകൈ എടുത്ത്, മോള് വേണം സ്നേഹിച്ച് വശത്താക്കാനെന്ന്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മെമ്മറി കിടക്കുന്നുണ്ടായിരിക്കും രേവതിക്ക്. ഏതായാലും വീണയിടം സ്വർഗ്ഗലോകമാക്കി മാറ്റി നമ്മുടെ രേവതി. അങ്ങനെ രേവതി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു സീനായിരുന്നു നമ്മൾ ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത്. അങ്ങനെ രേവതി കെട്ടിപ്പിടിച്ചതും സച്ചു പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, സാരമില്ല, കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പം പതുക്കെ അങ്ങോട്ട് നമ്മുടെ രേവതി അങ്ങ് മാറി, കെട്ടിപ്പിടുത്തത്തിൽ നിന്ന് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങ് വിട്ടു. അപ്പോഴേക്കാണെങ്കിൽ നമ്മുടെ ആദിയുടെ അമ്മ വന്നു കേട്ടോ. അതായത് ശ്രുതിയുടെ അമ്മ വന്നിട്ട് പറഞ്ഞു, എന്താ മോനെ പറ്റിയത്, എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അടുത്ത് നിന്നവരൊക്കെ പറഞ്ഞു, എന്തോ ദൈവത്തിൻ്റെ എന്തോ ഭാഗ്യം കൊണ്ടാണ് ജീവൻ കിട്ടിയത്, ഇല്ലായിരുന്നെങ്കിൽ എത്ര ആഴമുള്ള കുളമാണെന്നറിയാമോ, ഇതിലൊക്കെ മുങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴേക്ക് രേവതി പേടിച്ചു വിറച്ച് തന്നെ നിൽക്കുക. അപ്പോൾ സച്ചു പറഞ്ഞു, എന്താ പറ്റിയത്, എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു. അങ്ങനെ രേവതീനെ വഴക്ക് പറയാൻ തുടങ്ങി. മര്യാദയ്ക്കിരുന്നാൽ പോരായിരുന്നു, എന്തിനാ നീ മനഃപൂർവ്വം വന്ന് കുളത്തിൽ ചാടിയതാണോ എന്ന മട്ടിലായി നമ്മുടെ സച്ചിയുടെ ചോദ്യം. കാരണം വേറൊന്നുമല്ല, സച്ചിയോട് പറഞ്ഞിട്ടാണ് പോകുന്നത്, ഞാൻ ചാകാൻ പോകുകയാണ്, എന്നെ ആർക്കും വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സച്ചിക്കൊരു സംശയം, ഇനി മനഃപൂർവ്വം എടുത്ത് ചാടിയതാണോ എന്ന്. അങ്ങനെ നമ്മുടെ ആദി പറഞ്ഞു, അയ്യോ ആൻറ്റി ഇത് മനഃപൂർവ്വം ചെയ്തൊന്നും അല്ല, ആൻറ്റീനെ എന്തിനാ വഴക്ക് പറയണത്, ആൻറ്റി ബോൾ എടുക്കാൻ വേണ്ടി പോയപ്പം ആൻറ്റി കുളത്തിൽ വീണതാ, അതിന് ആൻറ്റീനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് നമ്മുടെ ആദി പറഞ്ഞു. ആദിക്ക് ഏതായാലും കാര്യം മനസ്സിലായി. സത്യം പറഞ്ഞാൽ സച്ചിനേക്കാളും ബോധം വെളിവുണ്ടെന്ന് തോന്നുന്നു ആദിക്ക്. അങ്ങനെ അവിടെ ആ ഒരു സീന് കഴിയുമ്പോഴേക്കും എങ്ങനെയോ നമ്മുടെ അച്ചമ്മ ഈ വിവരം അറിഞ്ഞു. അവിടെ തൊട്ടടുത്ത് തന്നെയാണല്ലോ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം കൂട്ടുകാരും അവിടെ മൊത്തം നിന്ന ആളുകളൊക്കെ ചുറ്റും കൂടിയായിരുന്നു. അപ്പോൾ ആരോ ചെന്ന അച്ചമ്മയോട് വിവരം പറഞ്ഞു. അപ്പോൾ അച്ചമ്മയും പാറു അമ്മയും കൂടെ ഓടി വന്നിട്ട് എന്താ മോളെ സംഭവിച്ചത്, എൻ്റെ മോൾക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ സച്ചു പറഞ്ഞു, എന്താ ഇവള് കുളത്തിൽ വീണു, ഇവക്കെ മര്യാദ കുറവാണ് കുറച്ച്, അതെ വായും പേയും പോലെ തന്നെയാണ് ഇവളെ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ ഇങ്ങനെ ഓടി നടന്ന് കളിക്കാൻ, ഞാൻ പറഞ്ഞത് അപ്പോഴേ ഇവളെ എങ്ങും കൊണ്ടുപോകണ്ടാന്ന്. അപ്പം മുത്തശ്ശിക്കല്ല, അപ്പം അച്ചമ്മയ്ക്കല്ലായിരുന്നു ഇവളെ കൊണ്ടുപോയേ പറ്റൂന്നും പറഞ്ഞ് കിടന്ന് ബഹളം ഉണ്ടാക്കിയത്, കണ്ടില്ലേ ഇവള് കാണിച്ചു വെച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആദ്യം പറഞ്ഞു, അയ്യോ അച്ചമ്മേ, രേവതി ചേച്ചി മനഃപൂർവ്വം ചെയ്തൊന്നും അല്ല ഇതേ ബോൾ എടുക്കാൻ വേണ്ടി രേവതി ചേച്ചി വന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നപ്പോഴേ രേവതി ചേച്ചി കുളത്തിൽ ചാടിയത്. അപ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ ആദിയുടെ അമ്മയ്ക്ക് അപ്പോഴാണ് കാര്യം പിടികിട്ട്. ആദിയുടെ അമ്മ, അയ്യോ മോളെ, ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണല്ലോ നീ എൻ്റെ മോൻ്റെ ജീവൻ രക്ഷിച്ചിരിക്കുന്നത്, ഈ കുളത്തിലങ്ങാണം പോയി കഴിഞ്ഞാൽ പിന്നെ പൊടി പോലും കിട്ടില്ലായിരുന്നു മോളെ, നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ രേവതി ഏകദേശം എന്താ പറയുക, ആ ഒരു പേടി എന്നൊക്കെ മാറി വന്നു. അങ്ങനെ രേവതി പറയുക, അച്ചമ്മേ സാരമില്ല അച്ചമ്മേ, കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ അച്ചമ്മ, ഇവനാണോ സച്ചി നിന്നോട് ഓടി വന്ന് വിവരം പറഞ്ഞതെന്ന് ചോദിച്ചു ആദീനെ ചൂണ്ടിക്കാണിച്ചിട്ട്. അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, അതെ ഇവനെ എന്നോട് വിവരം പറഞ്ഞത്, മോനെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, ഏതായാലും മോൻ മിടുക്കനാ എന്ന് പറഞ്ഞപ്പോൾ സച്ചി, ആ ക്രെഡിറ്റോ അവന് പോയി, ഇപ്പം ഞാൻ പുറന്തള്ളിപ്പെട്ടല്ലേ, ഞാനാ അവളെ കഷ്ടപ്പെട്ട് അതിനകത്തുനിന്ന് ഇറങ്ങി രക്ഷപ്പെടുത്തിയത്. അപ്പോൾ ആദ്യം പറഞ്ഞു, പിന്നെ സച്ചിയേട്ടനായിരിക്കും രക്ഷപ്പെടുത്തിയത്, പക്ഷേ ഞാൻ വന്നു പറഞ്ഞിട്ടല്ലേ, ഞാൻ വന്നു പറയില്ലായിരുന്നെങ്കിൽ ഇവളെ നല്ല രേവതി ആൻറ്റീനെ രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നോ, അപ്പം ഞാൻ തന്നെയാ ഇവിടുത്തെ ഹീറോ സ്ഥാനം നീ എടുത്തോ, എനിക്ക് ഹീറോ ഒന്നും ആവണ്ടേ, ഞാൻ വെറും സീറോയാണേ എന്നിങ്ങനെ സച്ചു പറഞ്ഞു. അങ്ങനെ രേവതി പറയുകയാണ്, അതെ ഇവരാ ഞാൻ പറഞ്ഞ ഇവിടെ വീടിൻ്റെ അടുത്ത് താമസിക്കാമെന്ന് പറഞ്ഞില്ല, ഞങ്ങൾ ബസ്സിൽ വെച്ച് പരിചയപ്പെട്ടത്, അത് ഇവരാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച്ചമ്മയും അതുപോലെ തന്നെ ശ്രുതിയുടെ അമ്മയും ഒക്കെ ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ സംസാരിക്കുന്നു. ഒരു ദിവസം വീട്ടിലേക്കൊക്കെ വരണം കേട്ടോ എന്ന് പറയുന്നു. അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയുക, ഞങ്ങൾ ഇന്ന് തന്നെ പോകും, ഇന്ന് വൈകിട്ട് ഞങ്ങൾ പോകും, ഞങ്ങളിവിടെ ഒരു കുടുംബക്ഷേത്രത്തിൽ വന്നതായിരുന്നു, എൻ്റെ മോളുടെ വിവാഹമാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടിയും കുറച്ച് പൂജകളും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി വന്നതാ, ഇതെൻ്റെ കുടുംബ വീടാണിവിടെ, അതുകൊണ്ട് ഞങ്ങൾ പോകും എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. ഏതായാലും അച്ചമ്മയും അവരും ആ ഒരു കണ്ടുമുട്ടലും ഒക്കെ ആയി അവർ അങ്ങ് പിരിഞ്ഞു. ആ ഒരു സീൻ അവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്ന ഒരു സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മുടെ വർഷയാണെങ്കിൽ ഫോൺ എടുത്ത് ഫോൺ വിളിക്കുകയാണ് കേട്ടോ. ആരെ? നമ്മുടെ ശ്രീകാന്തിനെയാണ് വിളിക്കുന്നത്. ശ്രീകാന്തിനെ എന്തിനാണ് വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർഷ കുറേ ഡബ്ബിംഗ് ഒക്കെ ഇങ്ങനെ നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെയാണ്. കാരണം പിന്നെയും പിന്നെ ഓർമ്മയിൽ വരികയാണ് നമ്മുടെ ശ്രീകാന്ത് അവിടെ ചെന്നതും വണ്ടി ഇങ്ങനെ ഇടിപ്പിക്കാൻ നോക്കിയതുമൊക്കെ. അപ്പം അതിൻ്റെ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ഡബ്ബിങ് മതി എന്നും പറഞ്ഞുകൊണ്ട് നേരെ ശ്രീകാന്തിനെ വിളിച്ച് അവിടെ എന്താ ഇന്ന് സ്പെഷ്യലായിട്ടുള്ളത്, അവിടെ എന്തൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം പോരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, ഇവിടെ ഉള്ളതെല്ലാം പോരട്ടെ എന്നോ? എങ്കിൽ പിന്നെ ഡെസ്കും അതുപോലെ ഇവിടുത്തെ ചെയറും ഒക്കെ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പം തമാശ കളിക്കുകയാണല്ലേ. അതെ, ഞാനിപ്പം തമാശ പറയാൻ പറ്റിയ മൂഡിലല്ല എൻ്റെ പൊന്നു മാഷേ. ഞാൻ ആകെ പെട്ടിരിക്കുക. ഒരു വൃത്തികെട്ടവൻ അവനെൻ്റെ മുമ്പിൽ വന്ന് ചാടി. ആരാ ഈ വൃത്തികെട്ടവന്? അല്ല, ആരേ ഈ പറയുന്നത്? അത് പിന്നെ എന്താ പറയുക, ഒരു ഫ്രോഡെന്നല്ലാതെ ഞാൻ ഇതുപോലെ ഒരെണ്ണത്തിന് ഇതുവരെ കണ്ടിട്ടില്ല. ഞാനിന്നൊരു സാധനം മേടിക്കാൻ വേണ്ടി പോയി പാർക്ക് ചെയ്തപ്പോഴത്തേക്കും അവനെ വീണ്ടും കാണേണ്ടി വന്നു. അവനെൻ്റെ വണ്ടിയുടെ പുറകിൽ വന്ന് ഇടിപ്പിക്കാൻ തുടങ്ങി. അവൻ എന്നെ കാണുമ്പോൾ കുരു പൊട്ടും എന്നൊക്കെ പറഞ്ഞപ്പം പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇതിപ്പം ആരാ ഞാൻ സംസാരിക്കുന്നത്? അപ്പം ഇതും അവളും ആ പറഞ്ഞ ഇവളും ഒക്കെ ഒന്നാണോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ശ്രീകാന്ത് പെട്ടെന്ന് ഇങ്ങനെ ഓർത്തു. അപ്പോഴേക്കും വർഷ പറഞ്ഞു, അതെ, ഒരു ദിവസം ഞാൻ അവനെ കണ്ട, അവൻ്റെ പേര് നാളൊന്നും എനിക്കറിയില്ല. ഒരു ദിവസം ഞാൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് എവിടെന്നോ ഒരു കിളവി തള്ള വന്ന് എൻ്റെ ഫ്രണ്ടിൽ ചാടി. അന്ന് തുടങ്ങിയതാ അവൻ്റെ ഉപദ്രവം. അന്ന് അവൻ 1500 എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു. അതുകൊണ്ട് അവൻ മേടിച്ച് പോയാൽ പോരെ. പക്ഷേ അവനെ ഞാൻ വെറുതെ വിടില്ല. എൻ്റെ മനസ്സിൽ അവനോട് പകയാ, ദേഷ്യമാന്നൊക്കെ പറഞ്ഞു. ശ്രീകാന്തിന് കാര്യം പിടികിട്ടി. അപ്പം ലെവള് തന്നെയല്ലേ ഇവള്? അപ്പം ആകെ മൊത്തം കുഴപ്പമാവുമല്ലോ എന്ന് മനസ്സിലായി. അങ്ങനെ ഫോണിൽ നിന്ന് ഒരു പ്രതികരണവും ഇല്ലാതെ നിന്നപ്പോഴത്തേക്കും വർഷ, അല്ല എന്താ ഒന്നും മിണ്ടാത്തതെന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പം പറഞ്ഞു, ഒന്നുമില്ല. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, ഒരു ഉപകാരം ചെയ്യുമോ? എന്താ ചെയ്യേണ്ടത് പറഞ്ഞു എന്നിങ്ങനെ പറഞ്ഞിട്ട് ശ്രീകാന്ത് മനസ്സിൽ വിചാരിക്കുക, ഇവള് കാണുമ്പോൾ പുലിയും ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ പൂച്ചയാണല്ലോ, സത്യത്തിൽ ഇവളുടെ സ്വഭാവം എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ വർഷ പറഞ്ഞു, എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാൻ അവൻ്റെ ഒരു പിക്ക് തരാം. അപ്പം ഫോട്ടോ ഇതിന് അപ്പുറം പോയി എടുത്തോ? ഫോട്ടോ ഒന്നും എടുത്തൊന്നുമില്ല, എനിക്ക് വരയ്ക്കാനറിയാം. ഞാൻ അവൻ്റെ ആ മുഖമൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും ആയില്ല. അത് ഞാൻ മനസ്സിലിങ്ങനെ കാത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കും. അവന് എന്തെങ്കിലും അവനിട്ടൊരു പണി കൊടുക്കണം എന്നോർത്ത്. എങ്കിൽ പിന്നെ അവൻ്റെ ഒരു ഫോട്ടോ ഞാൻ ചിത്രം വരച്ച് തരാം. അവനിട്ടൊരു പണി എങ്ങനെയെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം അതിനിപ്പോൾ എന്താ, കൊടുക്കാമല്ലോ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. ഏതായാലും ഫോൺ കട്ട് ചെയ്തിട്ട് വർഷ അങ്ങോട്ട് പടം വരയ്ക്കാൻ തുടങ്ങി. ഒരു സൂപ്പർ പടം അങ്ങോട്ട് വർഷ വരച്ചു. ഏതായാലും വർഷ ആ പടം വരച്ചിട്ട് വീണ്ടും ശ്രീകാന്തിൻ്റെ ആ ഒരു വാട്സപ്പിലേക്ക് അങ്ങോട്ട് മെസ്സേജ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്ത് ഞെട്ടിപ്പോയി ഫോട്ടോ കണ്ടപ്പോഴത്തേക്ക്, ഈ പിക്ചർ കണ്ടപ്പോഴത്തേക്കും. കാരണം ശ്രീകാന്തിനെ അതേപടി അച്ചടിച്ച് വെച്ചേക്കാം. അപ്പം ശ്രീകാന്ത് ഇത് കണ്ട ഉടനെ തന്നെ അമ്പടി കേമി കൊള്ളാമല്ലോ. അപ്പം ഇവള് വലിയൊരു കലാകാരി തന്നെയാണ്. എല്ലാം കൊള്ളാം. പക്ഷെ ആ മൂക്കിൻ്റെ അവിടെ കൊണ്ട് കുറച്ച് പാളിപ്പോയി. എങ്കിലും ഇതിപ്പോൾ എനിക്ക് തന്നെ കൊട്ടേഷൻ തന്ന മട്ടായല്ലോ. ഇപ്പം എനിക്ക് തന്നെയാണല്ലോ ഈശ്വര എനിക്കുള്ള കൊട്ടേഷൻ ഞാൻ തന്നെ ഏറ്റെടുക്കേണ്ട അവസ്ഥ. എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിയും സച്ചിയൊക്കെ ആയിട്ട് അമ്പലത്തിൽ പോവുകയാണ്. അപ്പം അച്ഛമ്മയുടെ മനസ്സിലൊരു കാര്യം കിടപ്പുണ്ട്, എങ്ങനെയെങ്കിലും ഇവരുടെ ശാന്തി മുഹൂർത്തം ഒന്ന് ആകണം. അപ്പോൾ ശാന്തി മുഹൂർത്തം ഒന്നായി ഇവരൊന്ന് ഒന്നിക്കണം. അപ്പോൾ അതിങ്ങനെ മനസ്സിൽ കിടപ്പുണ്ട്. അങ്ങനെ അമ്പലത്തിൽ പോയി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നു. അങ്ങനെ അവിടുത്തെ ശാന്തിനെ പോയി കാണുക. അപ്പം വേറൊന്നുമല്ല, ഈ അപകടങ്ങൾ ഇങ്ങനെ തുരുതുരാ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ രേവതിക്ക്. അപ്പോൾ അതെന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയുകയൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അച്ഛമ്മ ഒന്ന് ശാന്തിനെ പോയി കണ്ടു ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊന്നുമല്ല, ഈ വക പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഇവരൊന്നിക്കാത്തത് കൊണ്ട് തന്നെയാണ്, വിവാഹം കഴിഞ്ഞിട്ട് ഒന്നിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. ഇന്ന് തന്നെ പറ്റിയൊരു മുഹൂർത്തമുണ്ട്. ഒരു 9നും 11നും ഒക്കെ ഇടയ്ക്കായിട്ട് വരും ആ ഒരു മുഹൂർത്തം. അതിനിടയിൽ ഇവർ ഒന്നിക്കുകയാണെങ്കിൽ, ഇവരുടെ ആ ഒരു ശാന്തി മുഹൂർത്തം ആ ഒരു സമയത്ത് വെക്കുകയാണെങ്കിൽ നല്ല സമയമായിരിക്കും. അത് നല്ലതാണ് ഇവരുടെ ജീവിതത്തിന് എന്നൊക്കെ ഇങ്ങനെ പൂജാരി പറയുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അച്ഛമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയും അച്ഛമ്മ ഈ കാര്യം നമ്മുടെ സച്ചിയോട് പറയുകയും ചെയ്യുക. സച്ചി ഇത് കേട്ടതും അങ്ങോട്ട് പൊട്ടിത്തെറിക്കാൻ അങ്ങോട്ട് തുടങ്ങി. സച്ചി പറഞ്ഞു, എന്നെക്കൊണ്ടൊന്നും പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ നിന്നെക്കൊണ്ട് എന്താണ് പറ്റത്തില്ലാത്തത്, പിന്നെ നിന്നെ എന്നാത്തിനാ കല്യാണം കഴിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും കൂടെ എന്നെ പിടിച്ച് വെച്ച് കെട്ടിപ്പിച്ചതല്ല, അല്ലാതെ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ഒന്നും കല്യാണം കഴിച്ചതല്ലല്ലോ. എന്നോട് ആരെങ്കിലും സമ്മതം ചോദിച്ചായിരുന്നോ? ഞാൻ പിന്നെ എല്ലാവരുടെയും മാനം രക്ഷിക്കാൻ വേണ്ടിയല്ലേ എൻ്റെ തലയിലെടുത്ത് വെച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി നീ മിണ്ടരുത് കേട്ടോ എന്ന് അച്ഛമ്മ പറഞ്ഞു. നിനക്കല്ലെങ്കിലും എനിക്കറിയാം, നിനക്ക് എന്നോടിപ്പോൾ ഒരു സ്നേഹവും ഇല്ല, എൻ്റെ വാക്കിനൊരു വില
വിലയും നീ തരുന്നില്ല. അതുകൊണ്ടാണല്ലോ നീ ഇതൊക്കെ പറയുന്നത്. അച്ഛമ്മേ, ദേ ഇതൊഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞോ, എനിക്കിത് മാത്രം പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പം എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, നീ പൊക്കോ, നീ എവിടെ വേണമെങ്കിലും പൊക്കോ, എൻ്റെ വാക്കിന് ഒരു വിലയും കൽപ്പിക്കണ്ട. ഈ കിളവി ചത്താൽ എന്താ ജീവിച്ചാലെന്താ, ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛമ്മ എന്താ അച്ഛമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു. അല്ല, ഇങ്ങനെയല്ലാതെ പിന്നെ ഞാൻ എങ്ങനെയാടാ നിന്നോട് പറയേണ്ടത്? നിന്നോട് ഞാൻ എന്താടാ സംസാരിക്കേണ്ടത്? വേണ്ട, എനിക്ക് നിന്നെ ഇനി കാണണ്ട. നീ ഇന്ന് തന്നെ എല്ലാം എടുത്തോണ്ട് പോക്കോ. ഞാനൊരു കല്യാണത്തിന് വരുന്നില്ല. ദേ ഇനി മേലാൽ ഇങ്ങോട്ട് നീ വരണ്ട. എനിക്ക് ഇങ്ങനെ ഒരു കൊച്ചുമകൻ ഇല്ലെന്ന് ഞാനങ്ങ് കരുതിക്കോളാം. എന്നോട് ആർക്കും ഒരു സ്നേഹവും ഇല്ലല്ലോ. എടാ, നിന്നെ ഞാൻ ചെറുപ്പത്തിൽ എന്ത് സ്നേഹിച്ചതാണെന്നൊക്കെ പറഞ്ഞ് കണക്കൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സച്ചി ഏതായാലും സമാധാനപ്പെടി, ഞാൻ സമ്മതിച്ചാൽ പോരെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചി അതിന് സമ്മതിക്കുകയാണ് കേട്ടോ. എന്തായി തീരുന്നൊന്നും അറിയില്ല കേട്ടോ. ഏതായാലും സച്ചി അവിടെ വെച്ച് സമ്മതം മൂളുകയാണ് അച്ചമ്മയ്ക്ക് വേണ്ടി. അപ്പോൾ ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നേരം വെളുത്തല്ല കേട്ടോ, സോറി, ഇതിൻ്റെ ഇടയ്ക്ക് കാണിക്കുന്ന ഒരു സീനാണ്. നമ്മുടെ ശ്രുതിയുടെ അമ്മ ശ്രുതിയുടെ വീട്ടിലേക്കല്ല, ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലേക്ക് ചെല്ലുകയാണ്. അവിടെ കൊച്ചിനെയും കൊണ്ടാണ് ചെല്ലുന്നത്. ശ്രുതി വിളിച്ചിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും ഇവിടുത്തെ കല്യാണ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വ്യക്തമായിട്ടൊന്ന് പറയാനും അതുപോലെ തന്നെ അമ്മ കല്യാണത്തിന് വരണ്ടാന്ന് പറയാനൊക്കെയാണ് ചെല്ലുന്നത്. ഏതായാലും അവിടെ ഒരു വല്ലാത്ത സിറ്റുവേഷൻ തന്നെയാണ്. ആ ഒരു അമ്മയ്ക്ക് വല്ലാത്തൊരു വേദനയാകുന്നു. സ്വന്തം മകളുടെ കല്യാണം കാണാൻ പറ്റില്ലെന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ. അതുപോലെ തന്നെ ശ്രുതിയാണെങ്കിൽ ആരും കാണാതെ ഒന്നും മിണ്ടാതെയൊക്കെയാണ്, അതായത് ആരും അറിയാതെ ചെവി അറിയാതെയാണ് അവരെ വിളിക്കുകയും ആ ഒരു കല്യാണക്കുറിയൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ അമ്മ വരാൻ പാടില്ല എന്ന് ശ്രുതി പറഞ്ഞു വിടുകയാണ്. അങ്ങനെ അമ്മയുടെ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് അമ്മേനെ പറഞ്ഞു വിടാൻ വേണ്ടിയാണ് കേട്ടോ ശ്രുതി അമ്മേനെ വിളിച്ചു വരുത്തിയത്. അവിടെ ചെല്ലുമ്പോഴാണ് ഈ ബ്യൂട്ടി പാർലറിൻ്റെ പേരൊക്കെ ചോദിക്കുകയും ഇതെൻ്റെ അമ്മായിയമ്മയുടെ പേരാന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോഴേക്കും ആ അമ്മയ്ക്ക് ഒരുമാതിരി വിഷമമൊക്കെ ആകുന്നുണ്ട് കേട്ടോ. കാരണം തൻ്റെ മകൾക്ക് വേണ്ടി തനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഏതായാലും ഒരു ജീവിതം ഉണ്ടാക്കി കൊടുത്തു, അതങ്ങനെ ആയി തീർന്നു. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അമ്മയും മകനും കൂടെ അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. ശ്രുതിയുടെ മകന് പോകാൻ ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, പോവാതെ നിവർത്തിയില്ല. അങ്ങനെ ശ്രുതി ഒരു വിധത്തിൽ അവരെ പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് സീനുകളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ രാവിലെ തന്നെ വന്ന് കാണണം കേട്ടോ. ഞാൻ രാവിലെ എന്നും 6:45 ഇടും ഫുൾ വിശേഷം, അതായത് ഡയലോഗ് സഹിതം ഫുൾ വിശേഷം നമ്മൾ ഇടാറുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണണം. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ കേട്ടോ. നിങ്ങളുടെ ഇഷ്ടവിശേഷമായ സച്ചിയുടെയും രേവതിയുടെയും കഥ, നയനിയുടെയും ആദർശിൻ്റെയും കഥയാണ് നമ്മൾ ഇതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളതൊക്കെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.